നമസ്കാരം. ശിവ ടീച്ചറിൻ്റെ മലയാളം ക്ലാസ്സിലേക്ക് സ്വാഗതം. നമുക്കിന്ന് +2 മലയാളം പരീക്ഷയുടെ ചില എക്സാം ടിപ്സിലേക്ക് കിടക്കാം. അതായത് പരീക്ഷയുടെ മോഡൽ, അതോടൊപ്പം അതിൽ ആൻസർ ചെയ്തതിൻ്റെ ടൈം എങ്ങനെയാണ് നിങ്ങൾ ലാഭിക്കേണ്ടത് എന്നതിനെ കുറിച്ചൊക്കെയാണ് നമ്മൾ ഇതിനകത്ത് ചർച്ച ചെയ്യാൻ പോകുന്നത്. ആകെ മാർക്ക് നമുക്ക് 80 മാർക്കാണ്. ഇനി സമയം ശ്രദ്ധിക്കാം. സമയം 2.5 മണിക്കൂറാണ്. ഇതിൽ നിങ്ങൾക്ക് ഒരു 15 മിനിറ്റാണ് കൂൾ ഓഫ് ടൈമായിട്ട് ലഭിക്കുന്നത്. ഈ 15 മിനിറ്റ് വളരെ ബുദ്ധിപൂർവ്വം ഉപയോഗിക്കുകയാണെങ്കിൽ നമുക്ക് 2.5 മണിക്കൂറിനുള്ളിൽ എഴുതി തീർക്കാൻ കഴിയുന്ന ചോദ്യങ്ങളാണ് ഉണ്ടാവുക. അപ്പോൾ ഇനി നമ്മൾ ശ്രദ്ധിക്കേണ്ടത് 2 മാർക്ക് ചോദ്യങ്ങൾ, അതായത് ആദ്യത്തെ സെറ്റ് ചോദ്യങ്ങളിലെ 1 മുതൽ 6 വരെയുള്ള ചോദ്യങ്ങളിൽ ഏതെങ്കിലും 1 മുതൽ 6 വരെയുള്ള ചോദ്യങ്ങളിൽ ഏതെങ്കിലും 5 എണ്ണത്തിന് 2 ഉത്തരം എഴുതുക എന്നുള്ള ചോദ്യമാണ് ആദ്യം വരുന്നത്. അത് 2 മാർക്കാണ് ഉള്ളത്. അത് ചോയ്സ് ഉള്ളത് കൊണ്ട് നമുക്ക് അതിനകത്തുനിന്ന് സെലക്ട് ചെയ്ത് എഴുതിയാൽ മതി. ഈ ചോദ്യങ്ങളുടെ ഉത്തരം നിങ്ങൾ കൂൾ ഓഫ് ടൈമിൽ തന്നെ കണ്ടുപിടിച്ച് വയ്ക്കാൻ ശ്രമിക്കുക. അത് നിങ്ങൾ എന്തെങ്കിലും രീതിയിൽ അതിൻ്റെ ഉത്തരം കണ്ടുപിടിച്ച് അത് എഴുതുന്ന രീതിയിലേക്ക് ആക്കി വയ്ക്കുക. അടുത്തതായി 7 മുതൽ 10 വരെയുള്ള ചോദ്യങ്ങളിൽ ഏതെങ്കിലും 3 എണ്ണത്തിന്, 4 ചോദ്യം കാണും, 3 എണ്ണത്തിന് 1 2 വാക്യം, അതവിടെ പ്രത്യേകം ക്വസ്റ്റ്യൻ പേപ്പറിൽ പറയുന്നുണ്ട്. 1 2 സെന്റൻസിലാണ് നിങ്ങൾ ഉത്തരം എഴുതേണ്ടത്. അതും 2 മാർക്കാണ്. അപ്പോൾ കൂടുതൽ അതിന് എഴുതിയിട്ട് കാര്യമില്ല. അത്തരം ചോദ്യങ്ങൾ 7 മുതൽ 10 വരെയുള്ള ചോദ്യങ്ങൾക്ക് 3 ചോദ്യങ്ങളുണ്ടാവും. 1 2 സെന്റൻസിൽ ഉത്തരം എഴുതുക. ഇത്രയും എഴുതി കഴിഞ്ഞാൽ നിങ്ങൾക്ക് 8 മാർക്ക് ചോദ്യം, അതായത് എസ്സേ ഇവിടെ എഴുതാം. ഈ ടൈമിങ്ങിൽ നിങ്ങൾക്ക് എസ്സേ എഴുതാം. അപ്പോൾ ഏതാണ്ട് 2.5 മണിക്കൂറിൽ 1 മണിക്കൂർ കൊണ്ട് നിങ്ങൾക്ക് ഇത്രയും ചോദ്യങ്ങൾ എഴുതി കഴിഞ്ഞാൽ ബാക്കി ചോദ്യങ്ങൾ എഴുതാനുള്ള സമയം ലഭിക്കും. ഇനി നമ്മളിവിടെ 7 മുതൽ 10 വരെയുള്ള ചോദ്യങ്ങളാണല്ലോ പറഞ്ഞത്. അടുത്ത് 11 മുതൽ 17 വരെയുള്ള ചോദ്യങ്ങളിൽ ഏതെങ്കിലും 6 എണ്ണത്തിന് അരപ്പുറത്തിൽ കവിയാതെ എഴുതുക. അരപ്പുറത്തിൽ കവിയാതെ എഴുതുക. 4 സ്കോറ്. അപ്പോൾ 4 സ്കോറ് വരുമ്പോൾ ഇൻട്രൊഡക്ഷൻ വേണ്ട എന്നുള്ള കാര്യം ശ്രദ്ധിക്കണം. അതിന് നമുക്ക് ഇൻട്രൊഡക്ഷൻ വേണ്ട. അതായത് ഈ അരപ്പുറം ആയതുകൊണ്ട് തന്നെ ഇൻട്രൊഡക്ഷൻ അത്യാവശ്യമുള്ളതിന് ഒരു സെന്റൻസിൽ സൂചിപ്പിക്കുക. ഒരു സെന്റൻസ് ഇൻട്രൊഡക്ഷൻ എഴുതിയതിന് ശേഷം ആൻസറിലേക്ക് വരിക. ഇത് അരപ്പുറം ആണ്. നമ്മുടെ ഹാൻഡ് റൈറ്റിംഗ് അനുസരിച്ച് അത് ചിലപ്പോൾ 1/4 പുറമാകാനുള്ള സാധ്യതയുണ്ട്. അപ്പോൾ ഈ ചോദ്യങ്ങളുടെ കൂട്ടത്തിലാണ് ഇപ്പോഴത്തെ ഒരു പുതിയ മോഡൽ ക്വസ്റ്റ്യൻ പേപ്പർ വരുന്നത്. ക്വസ്റ്റ്യൻ വരുന്നത് ചേരുംപടി ചേർക്കുക. ഈ ചേരുംപടി ചേർക്കുക ഒക്കെ നമ്മൾ എന്ത് ചെയ്യേണ്ടതാണ്? 15 മിനിറ്റ് കൂൾ ഓഫ് ടൈമിൽ നമ്മൾ ഇതിൻ്റെ ഉത്തരവൊക്കെ കണ്ടുപിടിച്ച് വെക്കേണ്ടതാണ്. ഇനി നമുക്കുള്ളത് 18 മുതൽ 21 വരെയുള്ള ചോദ്യങ്ങളിൽ ഏതെങ്കിലും 3 എണ്ണത്തിന് ഒരു പുറത്തിൽ കവിയാതെ ഉത്തരം എഴുതുക. ഒരു പുറത്തിൽ കവിയാതെ ഉത്തരം എഴുതുക. 6 മാർക്ക്. 6 മാർക്കാണ്. അപ്പോൾ ഒരു പുറം എന്നുള്ളത് അക്ഷരം അനുസരിച്ച് ചിലപ്പോൾ 1.25 പുറം ഒക്കെ ആയി പോകാം. ഇതിന് നമുക്ക് 2 3 സെന്റൻസിൽ ഇൻട്രഡക്ഷൻ എഴുതാം. എഴുതിയതിന് ശേഷം വേണമെങ്കിൽ സെക്കൻഡ് പാരഗ്രാഫായിട്ട് 6 മാർക്ക് ചോദ്യങ്ങളുടെ ആൻസർ എഴുതുക. പിന്നെ വരുന്ന ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ചോദ്യം എന്ന് പറയുന്നത് ഈ 6 മാർക്ക് ചോദ്യങ്ങളുടെ ഒപ്പമാണ് കവിത തന്നിട്ട് ഇനി അടുത്ത ചോദ്യം എന്ന് പറയുന്നത് 22 മുതൽ 24 വരെ, അതായത് നമ്മൾ 21 വരെ പറഞ്ഞു നിർത്തി. 22 മുതൽ 24 വരെയുള്ള ചോദ്യങ്ങൾക്ക് 1 2 വാക്യത്തിൽ ഉത്തരം എഴുതുക. 1 2 വാക്യത്തിൽ ഉത്തരം എഴുതുക. അത് വളരെ സിമ്പിളായിട്ടുള്ള ഒരു ക്വസ്റ്റ്യൻ മോഡലാണ്. അതായത് 2 അതിൻ്റെ സ്കോർ. ഇപ്പോൾ ഒരു കവിതയായിരിക്കും അല്ലെങ്കിൽ ഒരു കഥയായിരിക്കും തരിക. അതിൽ 3 ചോദ്യങ്ങൾ കാണും. ആ 3 ചോദ്യങ്ങൾ 22, 23, 24 3 ചോദ്യങ്ങളുണ്ടാവും. 22 മുതൽ 24 വരെയുള്ള ചോദ്യങ്ങൾക്ക് 2 സ്കോറാണ്. അപ്പോൾ അതിന് നിങ്ങൾ 1 2 വാക്യത്തിൽ മാത്രം ഉത്തരം എഴുതിയാൽ മതി. ഇനി നമ്മൾ അവസാന ഭാഗത്തേക്ക് വരുന്നു. 25 മുതൽ 27 വരെയുള്ള ചോദ്യങ്ങളിൽ 3 ചോദ്യമുണ്ടാവും. 2 എണ്ണത്തിന് ഉത്തരം എഴുതിയാൽ മതി. ഇത് 1.5 പുറമാണ്. 1.5 പുറമാണ്. 8 മാർക്കാണ് ഇതിന് വരുന്നത്. 1.5 പുറത്തിന് എത്ര വരുന്നു? 8 മാർക്ക്. അപ്പം ഞാൻ ഈ ചോദ്യങ്ങളാണ് എവിടെ പറഞ്ഞത്. അതായത് 10ാമത്തെ ചോദ്യം കഴിഞ്ഞിട്ട് നിങ്ങൾക്ക് 11 തുടങ്ങുന്നതിന് മുമ്പ് വേണമെങ്കിൽ 1 മണിക്കൂറിനുള്ളിൽ ഈ 2 എസ്സേ എഴുതി തീർക്കാം. അതിനുശേഷം നിങ്ങൾക്ക് അവശേഷിക്കുന്നത്
1.5 മണിക്കൂറാണ്. ഈ 1.5 മണിക്കൂർ നിങ്ങൾക്ക് 11 മുതൽ 24 വരെയുള്ള ചോദ്യങ്ങൾ എഴുതാനുള്ള സമയമാക്കി നിയന്ത്രിക്കുക. അപ്പോൾ ആദ്യം കഴിയുമെങ്കിൽ നിങ്ങൾ കഴിയുന്നത് അങ്ങനെ തന്നെ ചെയ്യുക. 2 മാർക്കിനുള്ള ആദ്യത്തെ 1 മുതൽ 6 വരെയുള്ള ചോദ്യങ്ങളുടെ ഉത്തരം എഴുതുക. 7 മുതൽ 10 വരെയുള്ള ചോദ്യങ്ങൾ എഴുതുക. അത് കഴിഞ്ഞതിന് ശേഷം ഈ 25, 26, 27 ചോദ്യങ്ങളുണ്ടല്ലോ, അതിലെ എസ്എ ക്വസ്റ്റ്യൻസ് ഇവിടെ എഴുതിയതിന് ശേഷം, അപ്പോൾ അത് ഏതാണ്ട് 1 മണിക്കൂറിൽ ഇത്രയും ചോദ്യങ്ങൾ നിർത്തണം. അതിനുശേഷം 11 മുതലുള്ള ചോദ്യങ്ങൾ ഈ 1.5 മണിക്കൂറിനുള്ളിൽ എഴുതാൻ ശ്രദ്ധിക്കുക. അപ്പോൾ ക്വസ്റ്റ്യൻ പാറ്റേൺ അത്രയും എഴുതേണ്ട രീതി നമ്മൾ പറഞ്ഞു കഴിഞ്ഞു. ഇനി ആ കൂൾ ഓഫ് ടൈമിൽ കൃത്യമായി ചോദ്യങ്ങൾ വായിക്കുക. 15 മിനിറ്റ് കൂൾ ഓഫ് ടൈം, കൃത്യമായി ചോദ്യങ്ങൾ വായിക്കുക എന്നുള്ളത് നമ്മുടെ ലക്ഷ്യമാകണം. ഈ ചോദ്യങ്ങൾ വായിക്കുന്നതിലൂടെയാണ് കൃത്യമായ ഉത്തരങ്ങളിലേക്ക് എത്തുന്നത്. ക്വസ്റ്റ്യൻ നമ്പർ ഇടാൻ മറക്കരുത്. ക്വസ്റ്റ്യൻ നമ്പർ, പേജ് നമ്പർ ഇത് രണ്ടും ഇടാൻ നമ്മൾ മറന്നു പോകരുത്. എഴുതുന്നതിൻ്റെ തിരക്കിൽ ഇത് രണ്ടും നമ്മൾ ഇടാൻ മറക്കാതെ ഇടാൻ നമ്മൾ ശ്രദ്ധിക്കുക. അപ്പോൾ നേരത്തെ ഞാൻ പറഞ്ഞു 6 മാർക്ക് ചോദ്യങ്ങൾക്ക് ഇൻട്രൊഡക്ഷൻ കഴിഞ്ഞ് അത് എഴുതാം. ആൻസർ 4 മാർക്കിന് ഇൻട്രൊഡക്ഷൻ വേണം എന്നില്ല. അത്യാവശ്യമുള്ളവർക്ക് വേണമെങ്കിൽ ഒരു വാക്യത്തിൽ എഴുതാം. 8 മാർക്ക് ചോദ്യം ഉണ്ടല്ലോ എസ്എ. 8 മാർക്ക് ചോദ്യത്തിന് മാക്സിമം നമുക്ക് ഒരു 5 പാരഗ്രാഫാക്കി എഴുതാം. 8 മാർക്ക് ചോദ്യം ഉണ്ടല്ലോ, അത് 5 പാരഗ്രാഫ് മാക്സിമം എഴുതാം. ഇതിനകത്ത് എഡിറ്റോറിയൽ ഇപ്പോൾ ചോദിക്കുന്നുണ്ട്. എഡിറ്റോറിയൽ പോലുള്ള ചോദ്യങ്ങൾക്ക് എഡിറ്റോറിയൽ ആണെങ്കിൽ നമുക്കതിൻ്റെ ഹെഡിങ് കൊടുക്കുക, തലക്കെട്ട് വേണം. എഡിറ്റോറിയൽ ആണെങ്കിൽ തലക്കെട്ട് വേണം. പാരഗ്രാഫ് തിരിച്ച് ആൻസർ എഴുതാൻ ശ്രദ്ധിക്കുക. ഇപ്പം കൃത്യമായ ക്വസ്റ്റ്യൻ നമ്പർ, പേജ് നമ്പർ എന്നിവ ഇടുക. പിന്നെ എഴുതുന്നത് നമ്മളിപ്പോൾ ഒരു മാർജിനുണ്ട് കണ്ടോ. ഒരു ബുക്ക് നമ്മൾ എഴുതാൻ തുടങ്ങുമ്പോൾ മാർജിൻ വരയ്ക്കുന്നുണ്ട്. മാർജിൻ്റെ പുറത്ത് തന്നെ ക്വസ്റ്റ്യൻ നമ്പറുകൾ 7, 8 എന്നൊക്കെയുള്ള ക്വസ്റ്റ്യൻ നമ്പറുകൾ ഇടുന്നത് മാർജിൻ്റെ പുറത്ത് തന്നെ ആവാൻ ശ്രദ്ധിക്കുക. മാർജിനകത്ത് ചോദ്യ പേപ്പറിൻ്റെ ആൻസർ പേപ്പറിൽ നമ്പർ ഇടുന്ന കുട്ടികളുണ്ട്, അതൊരിക്കലും ചെയ്യരുത്. പിന്നെ നമ്മൾ ശ്രദ്ധിക്കേണ്ടത് അഡീഷണൽ പേജ് നമുക്ക് കിട്ടും. അഡീഷണൽ പേജ് കിട്ടുന്നത് ഒരു 4 പേജുള്ള അഡീഷണൽ ഷീറ്റ് വരുന്നുണ്ട്, 4 പേജുള്ളത്. അപ്പോൾ അവിടെ നൂല് കെട്ടാനുള്ള ഒരു ഹോള് അവിടെ ഉണ്ടാവും. നിങ്ങളത് ശ്രദ്ധിക്കാറില്ല പലപ്പോഴും. അപ്പോൾ അതിൻ്റെ ഒരു 3 ലൈൻ, അതായത് ഒരു 3 വരി എഴുതാനുള്ള സ്ഥലം വിട്ടതിന് ശേഷം അഡീഷണൽ ഷീറ്റിൽ എഴുതി തുടങ്ങുക. കാരണം എന്താണെന്നറിയാമോ, നിങ്ങളിത് മുകളിൽ നിന്ന് എഴുതും. പേപ്പർ കെട്ടുമ്പോൾ ഇവിടെ ക്വസ്റ്റ്യൻ നമ്പർ ഉണ്ടെങ്കിൽ ചിലപ്പോൾ അത് ആൻസർ പേപ്പർ നോക്കുന്ന ആളെന്നൊക്കെ അത് നോക്കാൻ ബുദ്ധിമുട്ടായിരിക്കും. അതുകൊണ്ട് ഒരു 3 ലൈൻ, ഏതാണ്ട് ഒരു പേജിൻ്റെ ഏതാണ്ട് ഈ ഭാഗത്തുനിന്ന് ആണ് അഡീഷണൽ ഷീറ്റിൽ നിങ്ങൾ എഴുതി തുടങ്ങേണ്ടത്. ക്വസ്റ്റ്യൻ നമ്പർ ഈ കെട്ടിൻ്റെ ഇടയിലായി പോകാതിരിക്കാനാണ് ഈ ഒരു 3 ലൈൻ താഴേന്ന് എഴുതുക എന്നുള്ളൊരു നിർദ്ദേശം തരുന്നത്. അപ്പോൾ ഇത്രയൊക്കെ ആണെങ്കിൽ ഈ ഒരു രീതിയിലാണ് നിങ്ങൾ എഴുതുന്നതെങ്കിൽ, അപ്പോൾ ആദ്യമേ ഞാൻ പറഞ്ഞു 1 മുതൽ 6 വരെയുള്ള ചോദ്യങ്ങളുടെ ഉത്തരം ഈ കൂൾ ഓഫ് ടൈമിൽ കണ്ടുപിടിക്കുക. 7 മുതൽ 10 വരെയുള്ള ചോദ്യങ്ങളുടെ ഉത്തരം കൂൾ ഓഫ് ടൈമിൽ കണ്ടുപിടിക്കുക. അതെല്ലാം 1-2 സെൻറ്റൻസിൽ മാത്രം എഴുതുക. അത് കഴിഞ്ഞാൽ എസ്എ ക്വസ്റ്റ്യൻസ് 8 മാർക്ക് ചോദ്യങ്ങൾ എഴുതുക. ഇത്രയും 1 മണിക്കൂറിനുള്ളിൽ തീർക്കുക. അതിനുശേഷം വരുന്ന 1.5 മണിക്കൂറിൽ ബാക്കി ചോദ്യങ്ങളുടെ ഉത്തരം എഴുതുകയാണെങ്കിൽ കൃത്യമായിട്ട് നിങ്ങൾ എപ്പോഴും പറയുന്നതാണ് സമയം കിട്ടിയില്ല എന്നുള്ളത്. അങ്ങനെ കറക്റ്റായിട്ട് 1.5 മണിക്കൂറോടെ ഉണ്ട്. അത് അനുസരിച്ച് ആൻസർ നിങ്ങൾക്ക് എഴുതി തീർക്കാൻ സാധിക്കും. ആ ക്വസ്റ്റ്യൻ പേപ്പറിന്റെ മോഡൽ പറഞ്ഞു, മാർക്ക് പറഞ്ഞു, എഴുതേണ്ട സമയം പറഞ്ഞു, എങ്ങനെയാണ് നിങ്ങൾ എഴുതേണ്ടതെന്ന് പറഞ്ഞു. ഇതെല്ലാ കാര്യങ്ങളും വളരെ ശ്രദ്ധിച്ച് വേണം നിങ്ങൾ മനസ്സിലാക്കാൻ. നിങ്ങൾ ഒത്തിരി പബ്ലിക് പരീക്ഷകൾ എഴുതിയവരാണ്, ഭയക്കാനൊന്നുമില്ല. പാഠങ്ങളെല്ലാം നല്ലപോലെ പഠിച്ചു കഴിഞ്ഞു. ഇനി നിങ്ങൾ പരീക്ഷാ ഹോളിലേക്ക് കിടക്കുകയാണ്. അപ്പോൾ അതുകൊണ്ട് ഈ ഒരു 2-3 ദിവസങ്ങൾ പഠനം ഗൗരവമായിട്ട് എടുത്ത് തന്നെ പാഠഭാഗങ്ങൾ പഠിക്കുക. പാഠഭാഗങ്ങൾ നിങ്ങൾക്കറിയാമല്ലോ, വീഡിയോ കാണുമ്പോൾ ടെക്സ്റ്റ് ബുക്ക് കയ്യിലുണ്ടായിരിക്കണം. ടെക്സ്റ്റ് ബുക്കിൽ ഏത് ഭാഗത്തുനിന്ന് വേണമെങ്കിലും ക്വസ്റ്റ്യൻ ചോദിക്കാം. സമയം ലഭിച്ചില്ല എന്നൊരു പരാതി ഉണ്ടാകാതിരിക്കാനാണ് സമയത്തിന് എങ്ങനെയാണ് ആൻസർ എഴുതേണ്ടത് എന്നുള്ള ഒരു മെത്തേഡ് പറഞ്ഞത്. നിങ്ങൾക്ക് അങ്ങനെ എഴുതുന്നവർക്ക് അങ്ങനെ എഴുതാം, അല്ലാതെ ക്വസ്റ്റ്യൻ്റെ സെയിം ഓർഡറിൽ തന്നെ എഴുതുന്നവർക്ക് അങ്ങനെ എഴുതാം.
അപ്പോൾ ഇത് എല്ലാവർക്കും വിജയാശംസകൾ. അടുത്ത ക്ലാസ്സിൽ കാണുന്നവരെ സ്നേഹത്തോടെ ഷീബ ടീച്ചർ.